ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനോര ബ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മളിതാ 2025 പ്രവേശിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. ഈ സമയത്ത് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ്, ന്യൂ ഇയർ പ്രമാണിച്ച് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് വാഗമൺ. എന്നാൽ ഈ വാഗമൺ പോകുന്ന സമയത്ത് നല്ല തണുപ്പും നല്ല ക്ലൈമറ്റ് ആണ്. ഇപ്പോഴത്തെ കണ്ടീഷൻ അവിടെ നല്ലതാണ്. നമുക്ക് താമസിക്കാൻ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് വാഗമൺ. അപ്പോൾ വാഗമൺ എല്ലാവരും പോയിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം, വാഗമൺ അറിയാം, ഗ്ലാസ് ബ്രിഡ്ജ് അറിയാം എല്ലാവരും. എങ്കിലും നമ്മൾ പോകുന്ന സമയത്ത് ഏത് വഴി ഉപയോഗിച്ചാലാണ് നമ്മൾക്ക് നല്ല നല്ല വ്യൂ കാണാൻ പറ്റും, എന്തൊക്കെ കാണാൻ പറ്റും, എവിടെയൊക്കെ പോകാൻ പറ്റും. ഒരു ദിവസം ചെലവഴിക്കുമ്പോൾ വാഗമൺ മാത്രം നമ്മൾ ലക്ഷ്യം വെച്ച് പോവുകയാണെങ്കിൽ നമ്മൾക്കത് വലിയൊരു എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞതിന് പകരം ഒരു ചെറിയൊരു, പക്ഷെ അതിനപ്പുറം നമുക്ക് വേറെ ഒരു വഴി കൂടെ പോകുമ്പോൾ നമുക്ക് നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഒരു സ്ഥലങ്ങളല്ല, ഒന്നിൽ കൂടുതൽ. നമ്മൾ ഉദാഹരണത്തിന് പാലയിൽ നിന്ന് നമ്മൾ പോവുകയാണെങ്കിൽ, ഇപ്പൊ ഏത് വഴി വരുമ്പോഴാണ് പാലയിൽ വന്ന് പോവുകയാണെങ്കിൽ, പാല, ഈരാറ്റുപേട്ട, തീക്കോയി വഴി പോവുകയാണെങ്കിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്ന സ്ഥലം നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങൾ തന്നെ കാണുന്നത്. പക്ഷെ അതിനേക്കാളും കുറെ കൂടി മെച്ചാണ് നമ്മൾ പോകുന്ന സമയത്ത് കോട്ടയത്ത് നിന്ന് വന്ന് പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, അങ്ങനെ നമ്മൾ പോയി കുട്ടിക്കാനം ആ വഴി നമ്മൾക്ക് പോവുകയാണ്. നമുക്ക് കാണാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ പോകുന്ന വഴിയിൽ കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്ഥലമാണ് നമുക്ക് പാഞ്ചാലിമേട് കിട്ടും. പാഞ്ചാലിമേടിലാണെങ്കിലും ഒരു പുരാതന കൊട്ടാരം പോലെയുള്ള സൗകര്യം അങ്ങനെയെല്ലാം ചെയ്തിരിക്കുന്ന നല്ലൊരു അന്തരീക്ഷം, അതുപോലെ നല്ല വ്യൂ പോയിന്റ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മൾ രാവിലെ വരികയാണെങ്കിൽ ഒരു 8 മണിയാകുമ്പോൾ നമ്മൾ പാഞ്ചാലിമേടിലേക്ക് എത്തിയാണെങ്കിൽ പാഞ്ചാലിമേട് കണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പോകുന്ന സമയത്ത് നമുക്ക് അടുത്തതായി നമുക്കവിടെ വളഞ്ഞെങ്ങാനം വാട്ടർഫാൾസ്. ഈ വളഞ്ഞെങ്ങാനം വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ ഈ സമയത്തൊക്കെ വെള്ളം കുറവാണ്, എങ്കിലും ഈ സമയം എല്ലാം മഴയൊക്കെ മാറി കുറച്ച് കഴിഞ്ഞ ടൈമാണെങ്കിൽ നല്ലതായിട്ടുള്ള ഒരു വാട്ടർഫാൾസ് ആണ്. അതും മെയിൻ റോഡ് സൈഡാണ്, നമ്മുടെ ഈ പോകുന്ന വഴിയിലുള്ള ഒരു വാട്ടർഫാൾസ് ആണ്. അതും നമ്മൾക്ക് ഇതുപോലെ നന്നായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റും. ഇതും ഒരേ ഇതിലാണ് നടക്കുന്നത്. ഈ വാട്ടർഫാൾസ് നമ്മൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പിന്നെ നമ്മൾ എത്തുന്നത് കുട്ടിക്കാനത്താണ്. കുട്ടിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന, അവിടുന്ന് ഒരു 1.5 കിലോമീറ്ററോളം ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു അമ്മച്ചി കൊട്ടാരം എന്ന് പറഞ്ഞ് ഒരു കൊട്ടാരമുണ്ട്. ഒരു പഴയതാണ്, വളരെ പഴയതാണ്. അവിടെ ഒരാൾ നോക്കി നടത്താനുള്ള ഒരു പ്രായമുള്ളൊരു അപ്പൂപ്പനുണ്ട്. അപ്പൊ ഒരു നല്ലൊരു കൊട്ടാരമാണ്. അത് നല്ലൊരു കൊട്ടാരം എന്ന് പറയാൻ ഭയങ്കര പ്രൗഢിയായിട്ട് കാണുന്ന തരത്തില്ല, പക്ഷെ ഈ ഒരു കാടിന്റെ ഉള്ളില്. അപ്പോൾ ഈ ലൂസിഫർ എന്ന് പറഞ്ഞ പോലെയുള്ള പടങ്ങളൊക്കെ അവിടുന്ന് ഷൂട്ട് ചെയ്തു എന്നാണ് അവിടുന്ന് ആൾക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതും നമ്മൾക്ക് കാണാൻ ഈ വഴിയിൽ പോകുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ പോകുന്ന സമയത്ത് ഏലപ്പാറയിലേക്ക് പോകുന്ന വഴി തന്നെ ഇപ്പൊ നമ്മൾ ഈ പൊൻകുന്നം കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന വഴിയിൽ കിട്ടുന്ന നല്ല വഴിയാണ്. അപ്പൊ നമ്മൾ ഈ നല്ല റോഡിലെ കൂടെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ ഒരു സുഖം. അതുപോലെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളുടെ 2 വശങ്ങളിലും നല്ല തേയിലത്തോട്ടങ്ങളും, നമുക്ക് നല്ലതായിട്ട് അണിയിച്ചൊരുക്കിയ പോലെ തേയിലത്തോട്ടങ്ങളും കാണാൻ പറ്റും. നമുക്കത് സമയമെടുത്ത് നമുക്ക് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന സമയത്ത് നമ്മളെത്തും. ഇതിൽ യാത്ര ചെയ്യുന്ന നിറയെ ആൾക്കാർ അവിടെ നിന്ന് തേയിലത്തോട്ടത്തിലെല്ലാം നിന്ന് ഫോട്ടോ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം. അപ്പൊ നമ്മൾക്കിത് സാധാ വരുന്ന വഴിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ വരുന്നതാണ്. പിന്നെ വരുന്ന സമയത്ത് നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് ഏലപ്പാറ കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് വാഗമണിലേക്ക് എത്തലായി. വാഗമണിൽ എത്തുമ്പോൾ സമയത്ത് നമുക്ക് അവിടെ അഡ്വഞ്ചർ പാർക്ക്, ഈ അഡ്വഞ്ചർ പാർക്കിന്റെ അതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ അവിടെ റോസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുണ്ട്. ഇപ്പൊ ഈ സമയത്ത് ഇത് ഞാനിപ്പോ പോയിരിക്കുന്ന ഈ ടൈമിൽ, ഇപ്പൊ ഡിസംബർ ലാസ്റ്റ് ആണ്, ഈ ടൈമിലൊക്കെ ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. അതുപോലെ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ DJ പാർട്ടി, ഇതൊക്കെ 6 മണിക്ക് ശേഷം നമ്മുടെ നടക്കുന്നത്. 6 മണി മുതൽ 8 മണി വരെയാണ് ഈ DJയും അതുപോലെ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ ഒക്കെ നടക്കുന്നത്. 6 മണിക്ക് 7 മണിക്ക് ശേഷം 8 മണി വരെയുള്ള ടൈമിലുള്ള നടക്കുന്നത്. അപ്പൊ നിറയെ ആൾക്കാരാണ് അവിടേക്ക് ഇത് കാണാനൊക്കെ. അപ്പൊ നമ്മൾ പോകുന്ന സമയത്ത് ഇതിന് കൂടെ നമ്മൾക്ക് വേറെ കാണാനുള്ള സ്ഥലങ്ങളാണ്. മുട്ടക്കുന്ന് കാണാനുണ്ട്, പൈൻമരക്കാട് കാണാനുണ്ട്, തങ്ങൾപ്പാറ കാണാനുണ്ട്, അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കാണാൻ നമ്മൾക്ക് ഒരു അവസരമുണ്ട്. അപ്പൊ നമ്മൾ അത് ഉപയോഗിക്കാം. അതിന് പകരം നമ്മൾ ഈ വാഗമൺ പോകുന്നത് ഈരാറ്റുപേട്ട വഴി, തീക്കോയി വഴി പോകുമ്പോൾ നമ്മൾക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ നമുക്ക് മിസ്സാവും. അതുകൊണ്ട് പോകുന്നവർക്ക് ഏറ്റവും നല്ലൊരു വഴി ഇതായിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ഒരു അടുത്തൊരു ഫ്രണ്ടിന്റെ റിസോർട്ടിന്റെ ഇനാഗ്രേഷനാണ് നടക്കാൻ പോകുന്നത്. അതും വാഗമണ്ണിൽ തന്നെയാണ്. വാഗാമിസ്റ്റ് എന്നാണ് അതിന്റെ പേര്. 5 വർഷം മുമ്പേ വേറെ ഒരു റിസോർട്ടും കൂടി ഉണ്ട്, അതും സെയിം പേര് തന്നെയാണ്. അപ്പോൾ ഈ പുതിയ റിസോർട്ടിന്റെ ഇനാഗ്രേഷനിൽ നമ്മൾ സുഹൃത്തുക്കളെല്ലാവരും കൂടി ഒത്തുകൂടാനും ഈ ഇനാഗ്രേഷനിൽ നമ്മൾ പങ്കെടുക്കാനും വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. അതിന്റെ കൂട്ടത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എടുത്തത്. ഈ റിസോർട്ടോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഇത്, നമ്മുടെ തേയിലത്തോട്ടമാണ് മൊത്തം. ഈ തേയിലത്തോട്ടത്തിൽ ഇത് തൊട്ട് ചേർന്നാണ് നമ്മുടെ റൂമിന്റെ ജനലിലെ കൂടി താഴത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ തന്നെ കുറെ
പിന്നെ ഓരോ സാധനങ്ങൾ, അതായത് മ്ലാവ്, മാന്, അതുപോലെ മുള്ളമ്പന്നി, അങ്ങനെ എന്തൊക്കെയോ, അതുപോലെ കാട്ടുപോയി, അതൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഇവിടത്തേക്ക് വരുന്നുണ്ട്. ഡെയിലി കാണാൻ പറ്റും. അധികം ഏർലി മോർണിംഗിലാണ് ഇവിടത്തേക്കൊക്കെ വരുന്നത്. ഇപ്പോൾ ഈ പിന്നെ റിസോർട്ടിന്റെ ഇനാഗ്രേഷൻ നടത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫാദർ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും വന്ന് ഒരു ആകാംക്ഷയോടെ കണ്ടുവരുന്നതാണ്. പിന്നെ എനിക്ക് ഈ റിസോർട്ടിനെ കുറിച്ച് പറയാൻ, നമ്മളിത് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി പറയാനോ അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടി ചെയ്യുന്നതല്ല. പക്ഷേ നമ്മൾക്കൊരു കാം ആൻഡ് ക്വയറ്റ്, അതുപോലെ സേഫ്, അതുപോലെ ഫുഡ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ റിസോർട്ട് ഉപയോഗിക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾക്കിപ്പോൾ പിന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് നമ്മൾക്ക് അറിയാൻ പറ്റുന്ന സ്ഥലങ്ങളെ, ഓരോ സ്ഥലങ്ങളും നമ്മളിപ്പോൾ നമ്മൾക്ക് അറിയാവുന്ന അറിവുകൾ നമ്മളിതിൽ ഷെയർ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഉപയോഗിച്ചാലേ നിങ്ങൾക്കത് മനസ്സിലാവും ഇത് എത്രത്തോളം നിങ്ങൾക്ക് പിന്നെ ബെനിഫിറ്റ് ഉള്ളതാണെന്ന്. കാരണം നമ്മളൊരു ടൂർ പോകുന്നു, നമ്മൾ ടൂർ പോകാൻ നേരെ വാഗമൺ കേട്ടു, വാഗമൺ പോയി. പക്ഷെ അത് നമ്മൾ മൊട്ടക്കുന്ന് കണ്ടു, പിന്നെ തങ്ങൾപ്പാറ കണ്ടു, പൈൻമരക്കാട് കണ്ടു, അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടു. അപ്പോൾ നമ്മുടെ ആ ഒരു ടൂറിൽ നമ്മൾ അത്രയും സ്ഥലങ്ങളോട് കൂടി കണ്ട് നമുക്കിത് മതിയായി. നമ്മൾക്ക് അന്നത്തെ ദിവസത്തെ തീരും. മൊട്ടക്കുന്ന് പോയി കുറേ സമയം നമ്മൾ അവിടെ ചെലവഴിക്കുമ്പോഴേ നമുക്കൊന്നുമില്ല, അന്നത്തെ ദിവസം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമ്മൾക്ക് ആ ടൈം പോകും. ഈ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്തുള്ള പ്രത്യേകതകളും കൂടെ നമ്മളൊന്ന് അറിയണം. നമ്മൾ ഏർലി മോർണിംഗിൽ പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഈ പാഞ്ചാലിമേട് അതുപോലെ സ്ഥലങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പോകുന്നത് പിന്നെ അമ്മച്ചി കൊട്ടാരത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ അമ്മച്ചി കൊട്ടാരത്തിൽ പോകുമ്പോൾ അവിടെ പിന്നെ നന്ന രാവിലെ പോകണമെന്നൊന്നുമില്ല. വെയിലുണ്ടായ സമയത്തായാലും അതൊരു കാടിൻ്റെ ഉള്ളിൽ പോലുള്ള നല്ലൊരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. കാരണം നമ്മൾ അതിനുള്ളിൽ പോയാൽ നമ്മൾക്ക് തന്നെ അറിയാം, നമ്മളൊരു മൊത്തത്തിലൊരു കാടാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന പോലത്തിൻ്റെ ഉള്ളിലാണ് ഈ കൊട്ടാരം കിടക്കുന്നത്. അതും പഴയ കൊട്ടാരം. അവിടെ ഒരു അപ്പൂപ്പനുണ്ട് മാത്രം താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് അപ്പൂപ്പന് ഒരു പൈസ കൊടുത്ത് 50 രൂപ അങ്ങനെയൊക്കെ കൊടുത്ത് നമുക്കതിലേക്ക് കയറാം. അത് കുറേ ആൾക്കാണ് 50 രൂപയും കൊടുക്കുന്നത്, ഒരു പേർക്കോ 2 പേർക്കൊന്നല്ല. കുറേ ആൾ വന്ന് നമ്മളൊരു 50 100 നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. കാരണം തനിച്ച് താമസിക്കുന്ന ഒരു അപ്പൂപ്പനാണ് ഈ കാട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിലും പോയി നമുക്ക് കാണാം. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്തതും എല്ലാം ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴും ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചമ്പും ബിനു വന്നിട്ടൊരു ഷൂട്ട് ചെയ്തെന്നെല്ലാം പറയുന്നത് കേട്ടോ. നമുക്ക് അറിയില്ല, അതൊക്കെ അവിടെ അങ്ങനെ ചർച്ചാ വിഷയമാണ്. എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ഓരോ ആൾക്കാർ പറയുന്നത് കേട്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് പിന്നെ ഏലപ്പാറയിലും വരുന്ന സമയത്ത് ഒരുപാട് നല്ല റോഡാണിത്. നമുക്കൊരു ഇങ്ങനൊരു റോഡ് നമ്മുടെ നാട്ടിലും പുറത്തുകളിലും നമ്മുടെ സ്ഥലങ്ങളിലൊന്നും ഉണ്ടാകില്ല. ഇപ്പോൾ എറണാകുളം പോയാലോ കോട്ടയത്തായാലും ഇത്രയും നല്ലൊരു അന്തരീക്ഷത്തിൽ റോഡ് കുറവാണ്. അതുപോലെ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് നോക്കിയാൽ എല്ലാ ചുറ്റിലും കാണുന്നത് നമുക്ക് നല്ല തേയിലത്തോട്ടങ്ങളും നല്ല ഹൈറ്റിൽ ഇവിടെ പോകുമ്പോൾ കാണാൻ നല്ല ഇതാണ്. അപ്പോൾ നമ്മൾക്ക് നിർത്തിയിട്ട് എവിടെയും നിർത്തി നമുക്ക് ആസ്വദിക്കുക എല്ലാം ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് ഇതേപോലെ തന്നെ നമ്മൾ പിന്നെ വാഗമണിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എവിടെ എത്താം, പിന്നെ ഗാർഡനിലെല്ലാം കയറാം, അതുപോലെ തങ്ങൾപ്പാറ പോകാം, മൊട്ടക്കുന്നിൽ പോകാം, ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാം, അവിടെയുള്ള മറ്റുള്ള എൻ്റർടൈൻമെൻറ്റിലെല്ലാം കയറി നമുക്കൊരു ദിവസം മാക്സിമം അടിച്ചു പൊളിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഈ ഡിസംബർ ലാസ്റ്റ് വീക്കിലെ സമയത്താണ് നമ്മൾ നടക്കുന്നത്. ഇപ്പോൾ ഈ 2 ദിവസത്തിനുള്ളിൽ നടക്കുന്നത്. ഈ സമയത്തൊക്കെ ഇവിടെ നല്ലതായിട്ട് ഇതുപോലെ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ, അതുപോലെ DJ. അപ്പോൾ നമ്മൾ ഇതിൽ വന്ന് എല്ലാ ആൾക്കാരും ആടിപ്പാടി എന്താ പറയണ്ടത്, നമുക്ക് എല്ലാവർക്കും ഇതിൽ ഡാൻസ് ചെയ്യാനും എല്ലാത്തിനും. അതുപോലെ നിറയെ ആൾക്കാരാണ്. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഫ്രണ്ടിൽ കാണുന്നതിൽ നിറയെ ആൾക്കാരുണ്ട്. പക്ഷേ പിന്നെ കുറച്ച് കഴിയുമ്പോഴൊക്കെ ആൾക്കാരൊക്കെ പെട്ടെന്ന് ഇത് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് ഈ തണുപ്പും കാരണം കുറേ രാവിലെ വന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഇതാവും. അതുകൊണ്ട് നമ്മൾ വരുന്ന സമയത്ത് ഈ ടൈം അറേഞ്ച് ചെയ്ത് വരികയാണെങ്കിൽ, അതായത് രാവിലെ പാഞ്ചാലിമേട്, പിന്നെ നമ്മൾക്ക് അമ്മച്ചി കൊട്ടാരം ഒരു ടൈമിൽ ഉച്ചയാകുന്ന സമയത്ത്, അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾക്ക് പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് പരിസരം, അതിനും കഴിഞ്ഞിട്ടാകുന്ന സമയത്ത് നമുക്ക് മോട്ടക്കുന്ന്, പൈൻമരക്കാട്, അതെല്ലാം കഴിയുമ്പോഴേക്ക് നമ്മളൊക്കെ ഒരു പൈൻമരക്കാട് എന്നെല്ലാം നമ്മൾ വരുമ്പോൾ നമുക്ക് പൈൻമരക്കാട് ഒരു 3 മണി മുതൽ 4-4:30 വരെയൊക്കെയുള്ള ടൈം. അത് കഴിഞ്ഞ് നമ്മൾ മൊട്ടക്കുന്നിൽ നമ്മൾ ഈവനിങ്ങിൽ ഒരു 4-5 മണിയാകുന്ന സമയത്ത് നമുക്ക് നല്ല ഒരു വെയിലൊക്കെ കുറഞ്ഞ സമയം, നല്ലൊരു അന്തരീക്ഷമായിരിക്കും ആ സമയത്ത്. അല്ലാതെ നമ്മളൊരു ഉച്ചക്ക് 2 മണിക്കെല്ലാം അവിടെ പോയാൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ടൈം അറേഞ്ച് ചെയ്ത് നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊരു 6 മണി വരെ അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ വന്ന് ചെറിയ എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ അവിടെ കിട്ടും, അവിടെ നിന്നൊക്കെ കഴിച്ച് നമ്മൾ അതിനുശേഷം നമ്മൾക്ക് നേരെ നമ്മൾക്കെന്ന് പറഞ്ഞാൽ ഈ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ നടക്കുന്ന ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ റോസ് ഗാർഡൻ ആണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് മാക്സിമം ഒരു 8 മണി വരെയുള്ള ടൈമാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് DJ, അതുപോലെ നമുക്ക് മ്യൂസിക്കൽ ഫൗണ്ടെയിൻ, അതുപോലെ നമുക്ക് അതിനുള്ള ചെടികളെല്ലാം പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ചെടികളെല്ലാം പർച്ചേസ് ചെയ്യാനും എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മളിവിടെ വരുന്ന സമയത്ത് അറിയേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഉപകരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഉപകരിക്കുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.